ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് ശേഷം പ്രധാനപ്പെട്ട ചർച്ചയായി ഈ ഒരു പശ്ചിമേഷ്യൻ വിഷയത്തിൽ നിർണായകമായിട്ടുള്ളത് ഇസ്രായേൽ ഇറാനെ തിരിച്ചടിക്കുമോ എന്നുള്ളതാണ്. എന്നാൽ ഈ മണിക്കൂറുകളിൽ നിന്നും ഇസ്രായേലിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് ഇസ്രായേൽ പൂർണ്ണമായും ഇറാനെ ആക്രമിക്കാൻ, തിരിച്ചടിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഏത് രീതിയിൽ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏത് ആക്രമണവും നേരിടാൻ ഞങ്ങൾ സുസജ്ജമാണ് എന്നാണ്. ഏതെങ്കിലും രീതിയിലുള്ള തിരിച്ചടികൾക്ക് ഇസ്രായേൽ മുതിർന്നാൽ അതിശക്തമായ രീതിയിലുള്ള തിരിച്ചുള്ള ആക്രമണങ്ങൾ തങ്ങൾ നടത്തുമെന്ന് ഇറാനും പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണ ഈ ഒരു ആക്രമണത്തിന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുമോ എന്നുള്ളത് നിർണായകമാണ്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം സിറിയയിലെ റഷ്യൻ വ്യോമത്താവളത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ റഷ്യ തങ്ങളുടെ പൗരന്മാരോട് 1.5 ലക്ഷത്തോളം ഇസ്രായേലിൽ ഇരിക്കുന്ന തങ്ങളുടെ പൗരന്മാരോട് തിരിച്ച് അവിടെ നിന്നും മാറാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ പോലും ബൈറൂത്തിലും അതോടൊപ്പം തന്നെ ലബനനിലെ പ്രദേശങ്ങളിൽ സിവിലിയൻ കേന്ദ്രങ്ങളിൽ അതോടൊപ്പം തന്നെ ഫലസ്തീനിലെ സിവിലിയന്മാരെയും ലക്ഷ്യമിട്ടുകൊണ്ട് വ്യാപകമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ തുടർന്നു കൊണ്ടിരിക്കുന്നത്. ഹമാസിനെ നേരിടാനെന്ന പേരിൽ ഫലസ്തീനിൽ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ലബനനിൽ ഹിസ്ബുള്ളയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ആക്രമണങ്ങൾ നടത്തുന്നുള്ളത്. പൂർണ്ണമായിട്ടും ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് അപ്പുറം തന്നെ ഇത് ബാക്കിയുള്ള ക്രിസ്ത്യൻ മേഖലകളെ കൂടി ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറായി എന്നാണ് ഇപ്പോഴും അവിടെ നിന്നുള്ള വാർത്തകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നിർണായകമാണ്. പൂർണ്ണമായിട്ടും ഇസ്രായേലിനും അമേരിക്കയും പറയുന്നിടത്ത് മിഡിൽ ഈസ്റ്റിലെ മറ്റു ഇസ്ലാമിക രാജ്യങ്ങൾ അഥവാ മുസ്ലിം രാജ്യങ്ങൾ നിൽക്കുമോ എന്നുള്ളത് നിർണായകമായ ചോദ്യമാണ്. കാരണം ഈ ഒരു പ്രശ്നത്തിൽ മിഡിൽ ഈസ്റ്റിലെ ജനങ്ങൾക്കിടയിൽ ഇറാനുള്ള പിന്തുണ വർദ്ധിച്ചിട്ടുണ്ട്. അത് ആഗോള മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഇസ്രായേലിനെതിരെയുള്ള ഇത്തരമൊരു ആക്രമണത്തിന് തുഞ്ഞതിന്റെ പേരിൽ ഇറാനുള്ള പിന്തുണ വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും പറയുന്നിടത്ത് അവർക്ക് ആക്രമണത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ തീർച്ചയായും ഇവിടത്തെ ഭരണകൂടങ്ങൾക്ക് അത് പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്കൻ വ്യോമത്താവളമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തി ഇത്തരം ഒരു ആക്രമണത്തിന് ഇസ്രായേലിന് വിട്ടുകൊടുക്കില്ലെന്ന നിലപാട് സ്വീകരിച്ചു എന്നാണ്. ഇത് ഒരു മാറ്റത്തിന്റെ സൂചനയായി വേണമെങ്കിൽ കണക്കാക്കാവുന്നതാണ്. കാരണം ഈ ഒരു ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തിന് ശേഷം ഇറാന്റെ പ്രസിഡന്റ് കൂടിയായ പെഷസ്കിയാൻ ഖത്തറിൽ ചെല്ലുന്നു. ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഇറാനിയൻ വിദേശകാര്യമന്ത്രി സൗദിയുടെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി ബൈറൂത്തിലെത്തുന്നു. ലബനനിൽ യുദ്ധം നടക്കുന്ന കൊടുമ്പിരി കൊള്ളുന്ന ബൈറൂത്തിലെത്തി അവിടുത്തെ പ്രധാനമന്ത്രിയെ കാണുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നുള്ളത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധ നിയമങ്ങളോ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ മറ്റു ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച കാര്യങ്ങളോ ഒന്നും പാലിക്കാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ പെഷസ്കിയാനെ പോലെയുള്ള ആളുകൾ ഈ ഖത്തറിലേക്ക് യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ വിദേശകാര്യമന്ത്രി ബൈറൂത്തിലേക്ക് യാത്ര ചെയ്യുമ്പോഴോ അവർക്ക് വേണമെങ്കിൽ ആക്രമണങ്ങൾ നടത്താമായിരുന്നു. കാരണം യുദ്ധമര്യാദകളൊന്നും പാലിക്കാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പക്ഷെ അവർ അത്തരം ഒരു പ്രവർത്തനത്തിന് ഈ സമയത്ത് മുതിർന്നിട്ടില്ല. കാരണം ഇസ്രായേൽ ഇപ്പോൾ കുറച്ച് ഭീഷണികൾ നേരിടുന്നുണ്ട്. ചെറിയ രീതിയിലൊന്നുമല്ല. ഈ കഴിഞ്ഞ ദിവസം രാത്രി യമനിൽ നിന്നും അതോടൊപ്പം തന്നെ ഇറാഖിലെ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ തൊടുത്തുവിട്ട ഡ്രോൺ അവരുടെ ഒരു മിലിറ്ററി ആസ്ഥാനത്ത് പതിക്കുകയും 2 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും അതോടൊപ്പം തന്നെ 25ഓളം ആളുകൾക്ക്
ഗുരുതരമായ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. കാരണം ഈ ഒരു വടക്കൻ മേഖലയിൽ നിന്ന് അതിശക്തമായ ആക്രമണം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും മിസൈൽ ആക്രമണവും റോക്കറ്റ് ആക്രമണവും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കരയുദ്ധവും നടത്തുന്നുണ്ട്. ഈ ദിവസം തന്നെ ഇസ്രായേലിലെ ചില മേഖലകളിൽ കയ്യേറി ഇസ്രായേലിനെ പിന്നോട്ടടിപ്പിക്കാൻ, അതായത് ഇസ്രായേൽ എന്നുള്ള ദേശത്തേക്ക് ഇരച്ചു കയറാൻ ഹിസ്ബുള്ള ഒരു ശ്രമം നടത്തിയതായിട്ടുള്ള വാർത്തകളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വടക്കൻ മേഖലയിൽ ഹിസ്ബുള്ളയുമായിട്ടുള്ള വലിയൊരു സംഘർഷത്തിൽ നിൽക്കുന്ന സമയത്താണ് മറ്റൊരു ഭാഗത്തു നിന്നും കൊണ്ട് ഇറാഖിലെ ഒരു റെസിസ്റ്റൻസ് ഗ്രൂപ്പിൽ നിന്നും ഇവരുടെ സൈനിക താവളം മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് അവിടത്തേക്ക് അവരുടെ ഡ്രോൺ ആക്രമണം നടത്തി ഒരു വലിയ തിരിച്ചടി ഇസ്രായേലിന് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറുകളിലും വ്യാപകമായിക്കൊണ്ട്, അതായത് ചെറിയ രീതിയിലൊന്നുമല്ല, സൈറണുകൾക്ക് നിലക്കാത്ത പ്രവാഹമാണ് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറാഖ് നിന്നായാലും അല്ലെങ്കിൽ യമനിൽ നിന്നായാലും അല്ലെങ്കിൽ ഈ ഒരു ഹിസ്ബുള്ളയുടെ അടുത്ത് നിന്നായാലും ഈ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഈ സൈറണുകൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അലോസരമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഈ സൈറണുകൾ മുഴങ്ങുന്നതോടുകൂടി ജനങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു പ്രശ്നത്തിലേക്ക് മാറുകയാണ്. കാരണം ജനങ്ങൾ അലർട്ടാവുകയാണ്. ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സുരക്ഷിതമായ സ്ഥലങ്ങൾ പോയി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ്. അത് പൊതുജീവിതത്തെ ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ യുദ്ധത്തിൽ ഏത് രീതിയിലാണെങ്കിലും ജനജീവിതം സാധാരണഗതിയിലാക്കാൻ പറ്റാത്ത സാഹചര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമുക്കറിയാവുന്നത് പോലെ തന്നെ സൈറണുകൾ മുഴങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ ഭയപ്പാടിലാകും. അവർ മറ്റുള്ള സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരും. എത്രയേനെ സൈറണുകൾക്ക് ഈ ഒരു ആക്രമണങ്ങൾക്ക് പരിക്കേൽപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇത് വലിയ മാനസികാഘാതങ്ങൾക്കും അതോടൊപ്പം തന്നെ സാധാരണ ജീവിതം മുമ്പോട്ട് നയിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ടാകും. അതാണ് ഇസ്രായേലിനെ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അതോടൊപ്പം തന്നെ സൈനിക ക്യാമ്പുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇറാഖിൽ നിന്നുള്ള കേവലം ഒരു റെസിസ്റ്റൻസ് ഗ്രൂപ്പ്, ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ അവിടെ തന്നെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തി പരിക്കേൽപ്പിക്കാനും പ്രഹരമുണ്ടാക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇസ്രായേലിന്റെ വീക്ക് പോയിന്റുകൾ ഇവർ മനസ്സിലാക്കി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഈ എണ്ണ ഒരു കയറ്റുമതി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇറാൻ നിരവധി രാജ്യങ്ങൾക്ക് എണ്ണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാന്റെ അടുക്കൽ നിന്നും എണ്ണ വാങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ള പ്രദേശങ്ങളിലേക്കും ഇത് സുഗമമായി നടത്തേണ്ടതുണ്ട്. വലിയ രീതിയിലുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ ഇത് തടസ്സപ്പെടും, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ അവിടെ മറ്റൊരു പ്രശ്നമുള്ളത്, ഈ അമേരിക്കയും ഇസ്രായേലും അടങ്ങുന്ന ഈ ഒരു മുന്നണിക്കും പ്രശ്നങ്ങളാണ്. കാരണം ഇവരും എണ്ണ ഉൽപാദനവും അതോടൊപ്പം തന്നെ എണ്ണ കയറ്റുമതിയൊക്കെ നടത്തുന്നത് ഇതിന്റെ ഒരു സഞ്ചാരം എന്നുള്ളത് ചെങ്കടലിനെ ആസ്പദമാക്കിയാണ്. അപ്പോൾ അവിടെ ഹൂത്തികളുടെയോ അല്ലെങ്കിൽ ഇറാന്റെയോ ഭാഗത്തു നിന്നും ഇതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായെന്ന് വരാം. ഇത് അവരെയും ബുദ്ധിമുട്ടിലാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ എങ്ങാനും ഇറാന് നേരെ തിരിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ ലോകത്ത് എല്ലാവരെയും ബാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയാൽ തങ്ങളുടെ വ്യോമപാത വിട്ടുകൊടുക്കില്ലെന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയും അവരുടെ വ്യോമത്താവളങ്ങൾ ഇത്തരം രാജ്യങ്ങളിലുണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെ ഇസ്രായേൽ ഒരു ആക്രമണത്തിന് പൂർണ്ണമായിട്ടും സജ്ജമാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അത് അല്ല എന്നുള്ള രീതിയിലേക്കുള്ള സാഹചര്യങ്ങളാണ് നമ്മെ കൊണ്ടുപോകുന്നുള്ളത്. ഏതായാലും യുദ്ധത്തിന്റെ ഈ മണിക്കൂറുകളിലും ഇസ്രായേൽ അവരുടെ നിലനിൽപ്പിന്റെ കാര്യത്തിൽ പ്രശ്നത്തിലാണ് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു മേഖലയിൽ, പശ്ചിമേഷ്യൻ മേഖലയിലും വിശിഷ്യ മുസ്ലിം ലോകത്തും ഇറാനുള്ള പിന്തുണ വർദ്ധിച്ചു വരികയും ചെയ്യുന്നുള്ളത് എന്നുള്ളത് മറ്റുള്ള സുന്നി രാജ്യങ്ങളെയും അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യമാണ്. എങ്കിൽ പോലും പൂർണ്ണമായിട്ടും ഈ യുദ്ധത്തിൽ ഹമാസിനെയോ ഹിസ്ബുള്ളയെയോ
പരാജയപ്പെടുത്താൻ ഇസ്രായേലിന് കഴിയുകയില്ല എന്ന ഇറാനിയൻ പരമോന്നത നേതാവിന്റെ പ്രഖ്യാപനം ചില കൃത്യമായ തീരുമാനങ്ങൾ, അതായത് കൃത്യമായ മെസ്സേജ്, കൃത്യമായ സന്ദേശം ഇസ്രായേലിന് നൽകലാണ്. കാരണം ഈ ഒരു പ്രശ്നത്തിൽ ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങളെ ഞങ്ങൾ കൈവിടില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകിയിരിക്കുന്നത്. ഏതായാലും പൂർണ്ണമായിട്ടുള്ള ഒരു സമാധാന ശ്രമങ്ങൾ, സമാധാനമുണ്ടാക്കൽ ഇസ്രായേലിന്റെ അധിനിവേശം അവസാനിക്കാതെ സാധ്യമാവില്ല എന്ന് തന്നെയാണ് ഈ മണിക്കൂറുകളിൽ നിന്നും വ്യക്തമാവുന്നുള്ളത്.